ഗുഡ് ഈവനിങ്. ടൺ കണക്കിന് ലവും ടൺ കണക്കിന് റൊമാൻസും നിറഞ്ഞ കേരളത്തിലെ ഒരേ ഒരു FM, അതാണ് ക്ലബ് FM 94.3. ഞാൻ റീനു ആണ്. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. ലവ് ഓൾവേസ് ഫൈൻഡ്സ് ഇറ്റ്സ് വേ. പ്രതീക്ഷിച്ചിരിക്കാതെ നമ്മുടെ അടുത്തേക്ക് ചിലപ്പോൾ പ്രണയം എത്തും. ഒട്ടും വിചാരിക്കാതെ ഒന്നായ 2 പേര്, അവരുടെ 12 വർഷം നീണ്ട പ്രണയം. അങ്ങനെ 2 പേരാണ് ഇന്ന് ലവ് ബൈറ്റ്സിൽ റീനുവിൻ്റെ അടുത്ത് എത്തിയേക്കുന്നത്. കേരളത്തിലെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു DJയും അദ്ദേഹത്തിൻ്റെ ബ്യൂട്ടിഫുൾ വൈഫുമാണ് നമ്മുടെ കൂടെയുള്ള. Hi, this is Savio. Hi, this is Melna. ഇവരുടെ പ്രണയത്തിന്റെ കുറെ അറിയാത്ത കഥകളൊക്കെ ഉണ്ട്. ഇന്ന് അതെല്ലാവർക്കുമായിട്ട് റീനു ഒന്ന് ചുഴിഞ്ഞന്വേഷിക്കുക. എൻ്റെ കൂടെ ഉണ്ടായിരിക്കണേ 12 മണി വരെ. ആദ്യത്തെ പ്രണയം എപ്പോഴും മനോഹരമാണ്. പക്ഷെ ആളെ തന്നെ സ്വന്തമാക്കണം എന്നുള്ളത് നിർബന്ധമൊന്നുമല്ല. ക്ലബ് എഫിലെ ലവ് ബൈറ്റ്സിൽ റീനുവിൻ്റെ കൂടെ സാവിയോയും മെൽനയും ഉണ്ട്. നിങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്ത സ്റ്റോറി ഒന്ന് പറയോ? Renu, that will be very difficult actually. We have distant relatives, so we meet for all family functions. We used to party together, dance together. നിങ്ങൾ എങ്ങനെയാ ശരിക്കും ഒരുമിച്ച്? മെൽനയുടെ കസിൻ ആണ് വന്നിട്ട് എൻ്റെ ഫാദറിൻ്റെ അടുത്ത് വെച്ചത്. പക്ഷെ അതിനു മുമ്പ് there was a story like my father proposed Melna to my cousin. കറങ്ങി തിരിഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പൊ മെൽനയ്ക്ക് പ്രപ്പോസ് ചെയ്ത കഥയൊക്കെ അറിയായിരുന്നു. എൻ്റെ ഒരു ആന്റിയുടെ അടുത്ത് വന്ന് പറഞ്ഞു, എൻ്റെ മോന് പ്രപ്പോസൽ നോക്കി തുടങ്ങി. സോ ലൈക്ക് ടു ലുക്ക് ഫോർ ഗേൾസ്. സോ ആന്റി സെഡ്, ഐ വാണ്ട് ടു ഗോ ഔട്ട് ആൻഡ് ലുക്ക്, ദർ ഇസ് എ ഗേൾ ഇൻ അവർ ഫാമിലി ഇറ്റ് സെൽഫ്. അങ്ങനെയാണ് പ്രപ്പോസൽ ഡയറക്റ്റ് ചെയ്ത് വന്നത്. അപ്പൊ ആ ഒരു സമയത്ത് എന്താ ഫീൽ ചെയ്ത്? ഒരുപാട് തവണ നിങ്ങളെ കണ്ടിട്ടില്ലേ? ലൈക്ക് ഇറ്റ് വാസ് എ ഷോക്ക് ഫോർ മീ. പ്രപ്പോസലായിട്ട് വന്നപ്പോ നെവർ എക്സ്പെക്ടഡ് ടു ടേൺ ഔട്ട് ലൈക്ക് ദാറ്റ്. അത്രയ്ക്ക് മോശമായിരുന്നു സാവിയുടെ സ്വഭാവം? ഇല്ല ഷോക്ക് അടിക്കാൻ മാത്രം അല്ല, ഞങ്ങൾ അങ്ങനെ ആ ഒരു രീതിയിൽ കണ്ടിട്ടില്ല. It was almost like a childhood friends and never expected this to happen. Even for me, like it was a surprise. But then ഒരു ഡിസിഷനിലേക്ക് വന്ന് we knew each other. ഈ സാവിയോ ശരിക്കും പറഞ്ഞ ഒരു DJ ആണല്ലോ. ഇപ്പൊ പണ്ട് തൊട്ടേ കേട്ടിട്ടുണ്ട്, എന്തെങ്കിലും പ്രത്യേകത ഉള്ള ആൾക്കാരോട് നമുക്കൊരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നുന്നു. പെൺകുട്ടികൾക്ക് അങ്ങനെ ഉണ്ടെന്ന്. മെൽനയ്ക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? സാവിയോ ഇനിഷ്യലി സ്പോർട്സിലായിരുന്നു. ഹി വാസ് എ സൈക്ലിസ്റ്റ്. ഓക്കെ. ആൻഡ് ഹി വാസ് എ ചാമ്പ്യൻ, നാഷണൽ ചാമ്പ്യൻ. അത് കഴിഞ്ഞിട്ടാണ് സാവിയോ കൂടുതൽ DJയിലേക്ക് കയറിയതും. ആഫ്റ്റർ അവർ വെഡിങ് സാവിയോ ട്രാവൽ ടു ദ DJ തിങ് ആൻഡ് ഗോട്ട് ഇൻ ടു ദ ഫെയിം ആൻഡ് ദാറ്റ് സ്റ്റഫ്. എൻ്റെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് MPEd കഴിഞ്ഞിട്ട് ഫസ്റ്റ് വന്നത് മൈ ജോബ് വാസ് ഇൻ സെന്റ് ട്രീസാസ് കോളേജ് ആസ് എ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ലെക്ചറർ ആൻഡ് ഷീ വാസ് സ്റ്റഡിയിങ് ദർ. അപ്പൊ ഒരുപാട് പെൺകുട്ടികളുടെ നടുക്കായിരുന്നു. അപ്പൊ സാവിക്ക് ഒരുപാട് പ്രപ്പോസൽസ് കിട്ടിയിട്ടുണ്ടോ ആ സമയത്ത്? ഇഷ്ടംമാതിരി. ഫേസ്ബുക്കില് ക്ലബ് FM കോൺടെസ്റ്റ് പേജിൽ റീനു എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക. കലാകാരന്മാരോട് അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ കരിക്കുലർ ആയിട്ട് നിൽക്കുന്ന ആളുകളോട് പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് പ്രണയം കൂടുതൽ തോന്നുന്നു പറയാറുണ്ട്. അതിൽ വാസ്തവമുണ്ടോ? ഉത്തരം ഒന്ന് പോൾ ചെയ്യണം. കേട്ടുകൊണ്ടിരിക്കണം ലവ് ബൈറ്റ്സ്. കാരണം സാവിയുടെ മെൽനയുടെ അടുത്ത് എനിക്ക് കുറേ ചോദ്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. ഏതൊരു റിലേഷൻഷിപ്പിലും മാറ്റി നിർത്താൻ പറ്റാത്ത ചില ആളുകളൊക്കെ കാണും. ഒരു ലവ് മാരേജ് ആണെങ്കിൽ അത് യൂഷ്വലി ഫ്രണ്ട്സ് ആയിരിക്കും. അറേഞ്ച്ഡ് മാരേജസിൽ ചിലപ്പോൾ പേരൻസ്, ചിലപ്പോൾ ഫ്രണ്ട്സ്. സാവിയുടെ മെല്ലയുടെ റിലേഷൻഷിപ്പിൽ അങ്ങനെയുള്ള ഒരാളാരാ? അങ്ങനെ പറയാൻ ആരാ ഉള്ള? നമ്മുടെ ഫ്രണ്ട്സില് കുറെ ഫ്രണ്ട്സ് ഉണ്ട്. എന്നാലും ആദ്യം തൊട്ടേ നമുക്ക് സപ്പോർട്ട് ചെയ്ത് വന്നത് even in our business and in our profession, Jitesh has supported a lot. ജിതേഷ്? Yes. ജിതേഷിനെ വിളിച്ചിട്ട് ചോദിച്ചാലോ ഇവരെങ്ങനെയാന്ന് ചോദിക്കാം. ഹലോ ജിതേഷ്, സാവിയോയും മെൽനയും കുറിച്ചൊരു കാര്യം ചോദിക്കാൻ വിളിച്ചതാ. ഇവരെ കുറിച്ച് ഞങ്ങൾക്ക് അറിയത്തില്ലാത്തൊരു കാര്യം പറഞ്ഞു തരണം. അവരുടെ പ്രണയം വെള്ള നല്ല ഉക്കരൻ ചെമ്മീൻ പോലത്തെ ഉണ്ടാക്കും. അത് കഴിച്ചാണ് സാവിയോ പ്രണയത്തിലായോന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പൊ ഒരാളുടെ ഹൃദയത്തിലേക്കുള്ള വഴി വയറ്റിക്കൂടെയാന്ന് പറയുന്നത് സത്യമാണ്. വളരെ കറക്റ്റ് ആണത്. അപ്പൊ മെൽനയ്ക്ക് പ്രണയം തോന്നാനുള്ള റീസൺ എന്തായിരിക്കും? അതെനിക്ക് മനസ്സിലായിട്ടില്ല. ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങി വരുമ്പോ സാവിയോ ജിതേഷിനെ കാണാൻ വരും. തീർച്ചയായിട്ടും ഉണ്ടാവും, എനിക്കറിയാം. സാവിയോ നാട്ടിൽ രാത്രി കാലങ്ങളിലും എല്ലാം
ഇങ്ങനെ എപ്പോഴും ട്രാവലിംഗ് ആയിരിക്കും. അപ്പൊ അത് അഡ്ജസ്റ്റ് ചെയ്യണം. മെല്ലിനൊക്കെ ഒരു ഹാറ്റ്സ് ഓഫ്. അപ്പൊ ഒരു ഐഡിയൽ കപ്പിളായിട്ട് കാണിക്കാൻ നേരത്തെ നമുക്ക് ഇവരെ കാണിച്ചു കൊടുക്കാം. ഞാൻ ഇവര് തല്ലുപിടിക്കണേ കണ്ടിട്ടില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാര വെക്കും. ഇവന് ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഫേസ്ബുക്കിലൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ഇവരുടെ മുമ്പിൽ വെച്ച് ഞാൻ ഇങ്ങനെ പറയണ പിരിയേറ്റാൻ നോക്കും, പക്ഷെ നടക്കണില്ല. ഓഹോ, ഫ്രണ്ടിന്റെ യഥാർത്ഥ സ്വഭാവം ഇപ്പോഴാണ് പുറത്തു വന്നത്. ഒരു പ്രണയം എങ്ങനെ കുട്ടിച്ചോറാക്കാന്നുള്ളതാണ് നമ്മുടെ ചിന്ത. വേണ്ട, ജിതേഷിനെ വിട്ടു, ഇനിയില്ല. ഗുഡ് നൈറ്റ്. എനിക്കൊരു ചെറിയ സംശയമുണ്ട്. ജിതേഷിന് എന്തെങ്കിലും മേടിച്ചു കൊടുത്തിട്ടാണോ ഇങ്ങോട്ട് വന്ന്? ചെമ്മിനൊലത്ത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതും മതിയല്ലോ. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സില് റീനുവിന് ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ്. അതിനായിട്ട് എന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കുക. പിന്നെ ലവ് ബൈറ്റ്സിലെ ഈ 2 പാട്ടുകള് സാവിയോയ്ക്കും മെൽനയ്ക്ക് വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുക. യാത്രകളാണ് ഞങ്ങളെ പ്രണയത്തിലാക്കിയെന്ന് പൃഥ്വിരാജ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. എന്തോ യാത്രകൾക്ക് പ്രണയവുമായിട്ട് ഒരു പ്രത്യേക ബന്ധം തന്നെയുണ്ട്. തനിച്ചായിരിക്കുക, ദൂര സ്ഥലങ്ങളിൽ പോയിട്ട് സ്ഥലം എക്സ്പ്ലോർ ചെയ്യുക, എല്ലാ കാര്യങ്ങൾക്കും മറ്റേയാൾ മാത്രം കൂടെ. അതുപോലെ ഒരു മോമെന്റ് ഉണ്ടായിട്ടുണ്ടെന്ന് ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു, മെൽനിയുടെയും സാവിയോയുടെ അടുത്ത് ചോദിക്കുക. നിങ്ങളുടെ ഒരു എക്സൈറ്റിംഗ് ട്രിപ്പ് എക്സ്പ്ലെയിൻ ചെയ്യൂ. ഞങ്ങൾ കുറെ ട്രിപ്പ് പോയിട്ടുണ്ട്. ബട്ട് നെല്ലിയാമ്പതി വാസ് സംതിങ്, ഒരു അഡ്വഞ്ചറസ് ട്രിപ്പ് ആയിരുന്നു അത്. I don't agree with it, Melna. The first trip we ever went out after marriages at Sri Lanka. നമ്മുടെ ബിസിനസ് അപ്പോഴാണൊന്ന് അപ്പായത് that we could go out somewhere, and we had our daughter too, and she was 6 months. Don't you remember that? Yeah. Actually, it was our honeymoon. അങ്ങനെ കല്യാണം കഴിച്ചിട്ട് ഹണിമൂൺ എന്ന് പറഞ്ഞ എങ്ങും പോയിട്ടില്ല. The third day itself I started working after our marriage. So we have come up the hard way. രാവിലെ 4 മണിക്ക് എണീച്ചിട്ട് വർക്കിന് പോവായിരുന്നു. I used to come by around 1 o'clock in the afternoon, sleep for 1 hour, again start my work. I don't know what time my work would end. And of course, she was there at home waiting for me. Like what Jitesh has said, she has supported me a lot. And അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞങ്ങൾ ആദ്യത്തെ ഒരു ട്രിപ്പിന് പോയത്. So for me, that is one of the momentous trip. ആ ഒരു ട്രിപ്പിലുണ്ടായ ഒരു സ്പെഷ്യൽ മൊമെന്റ് പറയൂ. Like Colombo is full of beaches. So we really had fun on the beach with our small baby. And it's something that touch our hearts. ഇതുപോലെ ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സ് വന്നിട്ട് നിങ്ങളുടെ ഒരു പ്രണയ കഥ ഷെയർ ചെയ്യണോ? കല്യാണം കഴിച്ചവരായിരിക്കാം, കല്യാണം ഉറപ്പിച്ചവരായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ വെറുതെ പ്രണയത്തിലായവരായിരിക്കാം. അങ്ങനെ ആരും ആയിക്കോട്ടെ, ക്ലബ് FM-ൽ വന്നിട്ട് ലവ് എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യണമെങ്കിൽ 56070 ഒരു മെസ്സേജ് അയക്കുക. ഫോർമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ പേര്, പിന്നെ നിങ്ങളുടെ പാർട്ട്ണറുടെ പേര്.